എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ ഇഷ്ടമുള്ള സ്കൂളിലാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള 3 ലിങ്കുകളാണ് കാണാൻ പറ്റുക. ഇതിൽ നിങ്ങൾ എന്തിനൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചത് അതിനനുസരിച്ച് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്താവുന്നതും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണ് കാണുന്നതെങ്കിൽ, അത് നോ ചേഞ്ച് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ മാറ്റമൊന്നും ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു അഡ്മിഷൻ നേടാതെ അടുത്ത തേർഡ് അലോട്ട്മെന്റിന് കാത്തിരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ഞാൻ അവിടെ, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഏത് ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി എന്ന് പറയുമ്പോൾ ഫീസ് കൊടുക്കാതെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്ത് അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. ടെമ്പററി അഡ്മിഷനെങ്കിലും വിദ്യാർത്ഥികൾ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതും പിന്നീട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഏത് കോട്ടയിലാണോ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയത് ആ ഒരു കോട്ടയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ, അതായത് ഇനിയുള്ള യാതൊരുവിധ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നോൺ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. നോൺ ജോയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടുകയും അപേക്ഷയിൽ തെറ്റുകളൊന്നും ഇല്ല എന്നിട്ടും നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടല്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ അല്ല മറ്റേതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് പെർമനന്റ് അഡ്മിഷനോ നേടാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം നേടേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് അലോട്ട്മെന്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥി ആണെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുന്ന സാഹചര്യത്തിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷന് താഴെയുള്ള, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷൻ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ അഡ്മിഷൻ പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നതും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇവിടുത്തെ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ പ്രകാരം അലോട്ട്മെന്റ് നേടിയ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല ആ വർഷത്തെ, അതായത് ഈ ഒരു വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കുമെന്നുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്, അതായത് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടുക. നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.